അപ്പം ഇങ്ങനെ മുറിച്ച് മാറ്റേണ്ട ബന്ധത്തിന് എന്താണ് പരിഹാരം? നേരത്തെ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ കൽപ്രതിമയാക്കിയാലും ശരി, ഇരുമ്പ് ബിംബമാക്കിയാലും ശരി, ക്രഷറിൽ പൊടിയാത്ത കല്ലില്ല, തീയിലിട്ടാൽ ഉരുകാത്ത ലോഹയില്ല. ഇത് നിങ്ങൾ സയാമി സെരട്ടയായിട്ട് ജനിച്ചോന്നല്ലല്ലോ, ഇങ്ങനെ പറിച്ചെടുത്തോന്നല്ലല്ലോ. ഇവിടെ വന്ന് കണ്ടു, ഒരു അനുരാഗം തോന്നി, ഒരു കൗതുകം തോന്നി, പിന്നെ അടുത്തു. അറബിലൊരു കവി പറഞ്ഞതുപോലെ, നളറത്തുൻ ഫതബസ്സുമുൻ ഫസലാമു സുമ്മ കലാമുൻ വമൗഇദുൻ വലിഖാഉ. ഒരു നോട്ടമാണ്, ഒരു പുഞ്ചിരിയാണ്, അഭിവാദ്യമാണ്, സംസാരമാണ്, ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്നുള്ള വാഗ്ദാനമാണ്, പിന്നെ കണ്ടുമുട്ടലാണ്. അങ്ങനെ സ്റ്റേജുകളായിട്ടാണ് ഈ പ്രോസസ്സ് നടന്നത്. പോയ വഴിയിലൂടെ ഇറങ്ങി വന്നാൽ മതി, എവിടെ വെച്ചും കാണാതിരുന്നാൽ മതി, എവിടെയും കാണാമെന്ന് വാക്ക് കൊടുക്കാതിരുന്നാൽ മതി, സംസാരിക്കാതിരുന്നാൽ മതി, അഭിവാദ്യം ചെയ്യാതിരുന്നാൽ മതി, പുഞ്ചിരിക്കാതിരുന്നാൽ മതി, നോക്കാതിരുന്നാൽ മതി, റിവേഴ്സ് ഗിയറിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കണ്ണകന്നാൽ മനസ്സകന്നു, കണ്ണകന്നാൽ മനസ്സകന്നു, മലയാള ചൊല്ലാണ്. തമ്മിൽ കാണാതിരുന്നാൽ, ഒരു ബന്ധവും വെക്കാതിരുന്നാൽ, ഇതിൽ നിന്ന് ഒഴിവാകണമെന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, മക്കൾ മരിച്ച ഉമ്മമാർ അവരുടെ ദുഃഖം മറന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ആ ദുഃഖം മറന്ന് സ്വാഭാവിക ജീവിതത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഏത് പ്രേമാണ് വിചാരിച്ചാൽ മാറാൻ പറ്റാത്തത്? അങ്ങനെ ഒരു ബന്ധം ഇല്ല തന്നെ. മനുഷ്യൻ അള്ളാഹു മറവി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ഒരു ദുഃഖം ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം വരെ അതോർത്തിട്ടാണ് മനുഷ്യനിരിക്കുന്നത്. അതേ നിയമം ഇവിടെയും ബാധകമാണ്. എത്ര വലിയ ബന്ധമാണെങ്കിലും ശരി, ഒഴിവാകാൻ തീരുമാനിച്ചാൽ ഒഴിവാകാൻ പറ്റും, ഒഴിവാകാൻ തീരുമാനിച്ചാൽ ഒഴിവാകാൻ പറ്റും. അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാം, ചെയ്തുപോയ തെറ്റുകളെ ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യാം, നല്ലൊരു ജീവിതം അള്ളാഹുവിനോട് ചോദിക്കാം, മുമ്പോട്ടേക്ക് നീങ്ങാം.